നമസ്കാരം. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന ദൃശ്യവിരുന്നിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മോടൊത്ത് ഈ ദൃശ്യവിരുന്നിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്നത് ദേവി കൃഷ്ണ എന്ന് പറയുന്ന 10ാം ക്ലാസ് ഇത്തവണ കഴിഞ്ഞ ഒരു കുട്ടിയാണ്. ആ കുട്ടി നന്നായി ചിത്രം വരയ്ക്കും, അതുപോലെ തന്നെ നന്നായി പാട്ട് പാടും, പാഠകം പറയും, ഡാൻസ് ചെയ്യും, അതുപോലെ ഒരുപാട് കഴിവുകളുണ്ട്. ഒരാളെ ഇരുത്തിയിട്ട് വേണമെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് അയാളുടെ രൂപം ഒരു ചിത്രമാക്കി മാറ്റാൻ ആ കുട്ടിക്ക് കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കലാകാരിയെയാണ് ഞങ്ങളിവിടെ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ പഠനത്തിലും ഒട്ടും പിന്നിലേക്കല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഇത്തവണ SLC പരീക്ഷയ്ക്ക് എല്ലാം A+ഓടുകൂടി വിജയം കരസ്ഥമാക്കിയ ദേവി കൃഷ്ണയെ ഈ ദൃശ്യവിരുന്നിലേക്ക് സ്വാഗതം ചെയ്യും. ദേവി കൃഷ്ണ ഇപ്പോ 10ാം ക്ലാസ് കഴിഞ്ഞു. എവിടെ പഠിച്ചിരുന്നേ? നിർമ്മല HS കുണ്ടുകാട്. കുണ്ടുകാട് നിർമ്മല HS. ഏത് വിഷയമാണ് ഏറ്റവും എളുപ്പം? എല്ലാ വിഷയം എളുപ്പമാണ്. അല്ലെന്നാൽ നമുക്ക് ഏറ്റവും ഇഷ്ടം ഏത് വിഷയമാണ്? സബ്ജക്റ്റില് മാത്സും സയൻസും ആണ് ഇഷ്ടം. ലാംഗ്വേജിലോ? ലാംഗ്വേജില് സംസ്കൃതം. ഇംഗ്ലീഷും മലയാളമൊന്നും അല്ല? ഇല്ല, സംസ്കൃതം ഇംഗ്ലീഷും ഇഷ്ടമാണ്. അപ്പൊ മലയാളം ഇഷ്ടല്ലേ? മലയാളത്തിൽ എനിക്ക് എഴുതി തീർക്കാൻ കുറച്ച് സമയം വേണം. ആയിക്കോട്ടെ. അപ്പൊ പിന്നെ എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്യണേ? എന്നുവെച്ചാൽ എന്തൊക്കെ കലാവാസനകൾ ഉണ്ടെന്ന്? അത് ചിത്രം വരയ്ക്കും, പാഠകം ഉണ്ടായിരുന്നു, ജില്ല വരെ പോയിണ്ടായിരുന്നു ഈ പ്രാവശ്യം. പാഠകം എവിടെയാണ് പഠിച്ചത്? ഞാന് കലാമണ്ഡലം ഈശ്വരുണ്ണി മാഷിന്റെ അടുത്താണ് പഠിച്ചിരുന്നത്. പിന്നെ ഡാൻസ് പഠിച്ചിരുന്നു. പിന്നെ ഹൈസ്കൂൾ എത്തിയപ്പോ നിർത്തി, 3 ആയിട്ടാണ് കലോത്സവത്തേക്ക് പറ്റുള്ളൂ. അപ്പൊ ഡ്രോയിങ് തന്നെ ഉണ്ട്. അപ്പൊ ഡാൻസ് അതുകൊണ്ട് കൂടി നിന്നു. പിന്നെ പാട്ട് പഠിച്ചിരുന്നു. പാട്ട് എത്ര കാലം പഠിച്ചു? ഞാൻ LP മാത്രമേ പഠിച്ചിട്ടുള്ളൂ. LP UP വരെ. സ്കൂളിൽ തന്നെയാണോ പഠിച്ചത്? സെപ്പറേറ്റ് ആയിട്ട് വേറെ ടീച്ചർ എടുത്താ പഠിച്ചത്? എത്ര കാലം അത് പഠിച്ചു തുടർന്നു? അത് 1ാം ക്ലാസ്സിൽ രാധ ടീച്ചറുടെ അടുത്തായിരുന്നു, തെക്കുംകര. പിന്നീട് സായിബുണ്ണീസ ടീച്ചറിന്റെ അടുത്ത് പഠിച്ചിരുന്നു. പാട്ട് അങ്ങനെ പാടാറില്ല അല്ലേ? പാടാൻ താല്പര്യമില്ല. അല്ല, താല്പര്യമില്ല, നമുക്ക് പാടാൻ പറ്റില്ല. പാട്ട് കുഴപ്പമില്ല, അങ്ങനെ പാടും. അപ്പൊ അങ്ങനെ പിന്നെ കവിതയൊക്കെ ചൊല്ലോ? കവിത എല്ലാം തൊട്ട് പോയിട്ടുണ്ട്. പൂർണ്ണമായിട്ടുള്ളത് ഡ്രോയിങ് ആണ്. അപ്പൊ ചിത്രമരയിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ചിത്രമരയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പിന്നെ എന്തൊക്കെ മീഡിയമാണ് ഉപയോഗിക്കുന്നത്? അപ്പൊ ചിത്രമരയിലിന് പല സങ്കേതങ്ങളുണ്ട്. പെൻസിൽ ഡ്രോയിങ് ഉണ്ട്, അതേപോലെ തന്നെ വാട്ടർ കളർ ഉണ്ട്, ഓയിൽ പെയിന്റിംഗ് ഉണ്ട്. അപ്പൊ അതിൽ എങ്ങനെയൊക്കെ? ഞാൻ 1ാം ക്ലാസ് മുതൽ തുടങ്ങിയത് വാട്ടർ കളർ ആയിരുന്നു. പിന്നെ പഠിക്കാൻ ചെല്ലുമ്പോ ഇപ്പൊ എങ്ങനെയാച്ചാ ഇപ്പോഴത്തെ പഠന രീതി ചിത്രരചനയുടെ എങ്ങനെയാച്ചാ ഫസ്റ്റ് ഡ്രോയിങ്, പെൻസിൽ ഡ്രോയിങ് തുടങ്ങും, പിന്നെ ക്രയോൺസിലേക്കായിരുന്നു. പക്ഷെ ഞാൻ 1ാം ക്ലാസ് മുതലും വാട്ടർ കളർ മീഡിയം യൂസ് ചെയ്യുന്നുണ്ട്. അതിനെനിക്ക് എന്നെ സഹായിച്ചത് എന്റെ ഷീജ ടീച്ചർ ആയിരുന്നു തുടങ്ങി വെച്ചത്. അപ്പൊ ഇപ്പൊ എല്ലാരും കുഞ്ഞു കുട്ടികൾ മുതൽ ക്രയോൺസിലേക്കാണ് പോണത്. പക്ഷെ ഞാൻ 1ാം ക്ലാസ് മുതൽ വാട്ടർ കളർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വാട്ടർ കളറിൽ നന്നായി ചെയ്യാൻ പറ്റും. ഡ്രോയിങ്ങിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ് വാട്ടർ കളർ. വാട്ടർ ആവുമ്പോ അങ്ങോട്ടും പരക്കാനൊക്കെ ഭയങ്കര ഇതാണ്, ഓയില് പോലെയല്ല. അപ്പൊ വാട്ടർ കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ഫാബ്രിക് ചെയ്യും തുണിയില്. പിന്നെ ഓയിൽ പെയിന്റിങ് ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ അതിൽ തന്നെയാണ് ഇപ്പൊ വർക്കുകൾ ചെയ്യുന്നത്. ഓയിലാണ്, അക്രിലിക് ചെയ്യും, പെൻസിൽ ഡ്രോയിങ് ചെയ്യും, ഗ്ലാസ് പെയിന്റിങ് അങ്ങനത്തെ വേണമെങ്കിൽ ചെയ്യാം. ആ ഗ്ലാസ് പെയിന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത്ര അത് താല്പര്യമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീഡിയം വാട്ടർ കളറും ഫാബ്രിക് പെയിന്റിങ്ങും ഓയിലുമാണ്. അതേപോലെ തന്നെ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്? ചിത്രം വരയ്ക്കാൻ പറ്റുമെന്നും അതേപോലെ ചിത്രം വരയ്ക്കാൻ കഴിയുമെന്നൊക്കെ നമുക്കൊന്ന് തോന്നിയത്? ചെറുപ്പം മുതൽ TV കണ്ടിട്ട്, കളിക്കുടുക്ക പോലെയുള്ള മാസികളിലൊക്കെ TV കണ്ടിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്ന് കളറടിക്കും. പിന്നെ അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ TV വെച്ചെന്നിട്ട് അച്ഛനും അമ്മയും ജോലിയുണ്ട്, അപ്പൊ അവരങ്ങനെ പോവും. അതിന്റെ ഇടയിലാണ് കണ്ടത് ഇങ്ങനെ വരയ്ക്കുമ്പോ വലിയ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. അപ്പൊ ചെറുപ്പം മുതലേ 1ാം ക്ലാസ് മുതൽ ഇങ്ങനെ വരയ്ക്കണ, 1ാം ക്ലാസ്സിൽ അതിന് മുമ്പ് തന്നെ നഴ്സറി പോണേക്കാട്ട് മുമ്പ് തന്നെ ഇങ്ങനെ വരയ്ക്കണ കണ്ടപ്പോ നല്ല പ്രോത്സാഹനം തന്നു.
പിന്നെ ക്രയോൺസ് വരയ്ക്കുമ്പോ പലരും ചുമരുമ്മലൊക്കെ വരച്ചിട്ടുണ്ട്. ചെറുപ്പത്തില് ചുമരുമ്മലൊക്കെ വരയ്ക്കും. സാധാരണ അച്ഛനും അമ്മയാണെങ്കിൽ ചുമരുമ്മ വരയ്ക്കുമ്പോ ചീത്ത അറിയാണ് ചെയ്യുക. പക്ഷെ അതിനെന്നെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ അച്ഛന്റെയും അമ്മയുടെയും വീട്ടുകാരുടെയൊക്കെ അതേപോലെ പ്രോത്സാഹനം അവരുടെ അനുഗ്രഹമൊക്കെയാണ് ഇതിലേക്ക് എത്തിച്ച്. അതുപോലെ തന്നെ ഇപ്പൊ ഈശ്വരനുണ്ണി ആശാന്റെ അടുത്ത് പാഠകം പഠിച്ചു പറഞ്ഞില്ലേ, എന്തൊക്കെയാണ് അതിന്റെ എങ്ങനെയാ അതിന്റെ പഠന രീതി എങ്ങനെയാണ്? സംസ്കൃതം ഇഷ്ടായിരുന്നു. അപ്പൊ സംസ്കൃതോത്സവത്തില് ഇങ്ങനെ സംസ്കൃതം ഇഷ്ടാവണ കാരണം ഇങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പോ കലാമണ്ഡലത്തില് ഈശ്വരനുണ്ണി ആശാന്റെ അടുത്താണ് ഞാൻ പഠിച്ചിരുന്നത്. പാഠകം പഠിച്ചു. പിന്നെ ചാക്യാർകൂത്തും നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ മത്സരത്തില് പെൺകുട്ടികൾക്ക് ചാക്യാർകൂത്തില്ല. അപ്പൊ അത് നോക്കാൻ പറ്റിയില്ല. പാഠകത്തില് നിൽക്കും. അപ്പൊ പാഠകം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് പറഞ്ഞൂടെ? ഘോരാണാം ദാനവാനാം നിരുപമകൃതനാഭാരഖിന്നാം ധരിത്രീ മോരോലീലാവതാരൈരഴകിനൊടു സമാശ്വാസയന്തം നിതാന്തം ക്ഷീരാംബോധൗ ഭുജംഗാധിപശയനതലേ യോഗനിദ്രാമുദാരാം നേരെ കൈക്കൊണ്ടു ലക്ഷ്മീ കുളിർമുല പുണരും പത്മനാഭം ഭജേധാ. പുരുഷാർത്ഥ ചതുഷ്ടയത്തെ സാധിപ്പാനായിക്കൊണ്ട് അഖില ജഗദാധാരഭൂതനായി സച്ചിദാനന്ദ സ്വരൂപനായി സീതാവല്ലഭനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രനെ സർവകാലവും ഹൃദയ കമല കർണികാമധ്യത്തിങ്കലം മാറുവെച്ച് നിശ്ചല ഭക്തി പുരസ്സരമാകും വണ്ണം ഉപാസിച്ചുകൊള്ളണം. ഗുരുകാരുണ്യ ലക്ഷ്മീ നിയോഗാൽ. എങ്കിലോ പണ്ട് സൂര്യവംശാലങ്കാരഭൂതനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രന്റെ ദൂതനായിരിക്കുന്ന ശ്രീ ഹനുമാൻ സമുദ്രം അതിക്രമിച്ച് ലങ്കാനഗരിയെ പ്രാപിച്ച് ലങ്കാലക്ഷ്മിയെ പരിഭവിച്ച് ലങ്കയ്ക്കകത്തു പുക്കോരോരോ പ്രദേശങ്ങളിൽ സീതാദേവി അന്വേഷിച്ച് അശോകവനികോദ്യാനത്തിങ്കൽ ശിംശപാവൃക്ഷമൂലഭാഗത്തിങ്കൽ സശോകമാനസിയായിട്ട് അധിവസിച്ചരുളുന്ന വൈദേഹിയെ കണ്ട് അങ്കുലീയകം കൊടുത്ത് അടയാളവാക്കിനെയും അറിയിച്ചതിന്റെ ശേഷം പ്രത്യഭിജ്ഞാനമായിരിക്കുന്ന ചൂടാരത്നവും സന്ദേശവും സ്വീകരിച്ച് അവിടെ നിന്ന് പുറപ്പെട്ട് ഉദ്യാനപാലകന്മാർ, കിങ്കരന്മാർ, പഞ്ചസേനാപതികൾ, സപ്തമന്ത്രിസുതന്മാർ, അക്ഷകുമാരൻ എന്നിവരെ നിഖരിച്ച് കുപിതനായിരിക്കുന്ന ഇന്ദ്രജിത്തും തമ്മിൽ യുദ്ധം ചെയ്ത് യുദ്ധമധ്യത്തിങ്കൽ ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മാസ്ത്രത്താൽ ബദ്ധനായി രാവണപുരോഭാഗത്തെ പ്രാപിച്ച കാലത്തിങ്കൽ വായുപുത്രനായിരിക്കുന്ന ശ്രീ ഹനുമാൻ രാക്ഷസ രാജാവ് രാവണനെ കണ്ട സമയത്തിങ്കൽ രാക്ഷസ രാജാവ് രാവണന്റെ അവസ്ഥയാകട്ടെ സോപിപ്ലവങ്കമഭിവീക്ഷ്യ സമീരപുത്രം ചിത്രീയമാണ ഹൃദയ പിശിതാസനേന്ദ്ര കൈലാസശൈലതുലനാഗസി ശാപദായി നന്ദീശ്വര സ്വയമുപാഗത ഇത്യമം സ്ഥാ സാ അപി സമീരപുത്രം പ്ലവംഗം അഭിവീക്ഷ്യ. അവനും സമീരപുത്രനായിരിക്കുന്ന പ്ലവംഗത്തെ അഭിവീക്ഷിച്ചു. അവനും ചാലോ രാക്ഷസ രാജാവ് രാവണനും ശ്രീ ഹനുമാനെ കണ്ടു. ആദ്യം ഹനുമാൻ രാവണനെ കണ്ടു, പിന്നീട് രാവണൻ ഹനുമാനെ കണ്ടത്. ആ സമയത്ത് രാവണന്റെ അവസ്ഥയോ ചിത്രീയമാണ ഹൃദയ
പിശിദാസനേന്ദ്രൻ ചിത്രീയമാണമായിരിക്കുന്ന ഹൃദയത്തോട് കൂടിയനായി തീർന്നു. അത്യത്ഭുത ഉണ്ടായേ. ഇങ്ങനൊരു കൊരങ്ങനോ നിരായുധനായി ഇക്കണ്ട രാക്ഷസന്മാരെ മുഴുവൻ കൊന്ന് തന്റെ പുത്രൻ ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മാസ്ത്രത്താലും ബദ്ധനാവാതെ ഇവിടെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. മാത്രമല്ല ഇതി അമംസ്ഥാ ഇങ്ങനെ മനനം ചെയ്തു, വിചാരിച്ചു. എന്താ വിചാരിച്ചേ എന്നാണെങ്കിൽ നന്ദീശ്വര സ്വയമുപാഗത ഇതി അമംസ്ഥാ നന്ദികേശ്വരൻ സ്വയം ഉപാഗതനാണോ എന്ന് വിചാരിച്ചു. അതിനെന്താ കാരണം എന്നാണെങ്കിൽ ശാപദായി നന്ദീശ്വര ശാപദായിയായി തീർന്നു നന്ദികേശ്വരൻ. അതിനെന്താ കാരണം എന്നാണെങ്കിൽ അവിടെ ഭഗവാനും ഭഗവതിയും സൗന്ദര്യപ്പണക്കത്തിലായിരുന്നല്ലോ. അതെന്താന്നാണെങ്കിൽ ഭഗവാന് 2 ഭാര്യമാരാണല്ലോ, ഗംഗാ ഭഗവതിയും ശ്രീപാർവതിയും. ഗംഗാ ഭഗവതിയെ ജടാഭാരത്തിങ്കൽ ഒളിപ്പിച്ചു വച്ചിരിക്കുക. ഏത് സമയത്തും ശ്രീപാർവതി ഒരുമിച്ചുണ്ടാവും. ഒരു ദിവസം ഭഗവാൻ ഭഗവതിയെ മടിയിൽ വെച്ച് ലാളിക്കുന്ന സമയത്ത് ഗംഗാ ഭഗവതി കണ്ടു. ദേഷ്യം വന്നേ ഒരു ജട പിടിച്ച് മേൽപോട്ട് വലിച്ചു. ഹൈ നല്ലോണം വേദനിച്ചു. ഭഗവാന് മനസ്സിലായി ഗംഗയെ ഇവിടുന്ന് മാറ്റണം. അതിനെന്താ വഴി? ഉർവശാദി അപ്സര സ്ത്രീകളെ സ്മരിച്ചു. ഭഗവത് സ്മരണ മാത്രത്താൽ അവരൊക്കെ പാട കൂടി പുറപ്പെട്ടു. ഉർവശി, മേനകേ, രംഭേ, നമുക്ക് പോവല്ലേ? കൈലാസത്തിലെത്തി. അകത്ത് കടക്കാൻ വേണ്ടി ഭാവിച്ചു. ഏയ് നിക്കവിടെ, ആരാത് അനുവാദമില്ലാതെ അകത്ത് കിടക്കണത്? അവരൊന്ന് പരിഭ്രമിച്ചു. ഞങ്ങള് ഭഗവാന്റെ തൃപ്പാദം കണ്ട് വന്ദിക്കാൻ. അതെ, തൃപ്പാദം ഇങ്ങനെ നീട്ടി വെച്ചിരിക്കല്ലേ, മാറി നിക്ക. ആരാ? ഞങ്ങള് വന്നിരിക്കണൂന്ന് പറഞ്ഞാ മതി. ഭൃങ്കിരടി ഭഗവാനെ വന്ദിച്ചു. എറാൻ. ആരാ? ഭൃങ്കിരടി. എറാൻ ഞങ്ങള്. നിങ്ങളോ? നിങ്ങള് ഭൂതഗണങ്ങള്. അതടിയങ്ങള്. ഇത് വേറെ ഞങ്ങള്. വേറെ ഞങ്ങളോ? പരമാർത്ഥ അറിഞ്ഞു വാ. സാമാന്യം കലശലായി ദേഷ്യം. അവിടുന്ന് മടങ്ങി ഗോപുരത്തിന്റെ അവിടെ എത്തി. ദാ വരുന്നുണ്ട്. ശബ്ദം ഉണ്ടാക്കണ്ട, നമുക്കൊന്നും മിണ്ടണ്ട. അപ്പൊ ഇതിലിങ്ങനെ കൂടുതൽ നമുക്ക് പ്രോത്സാഹനമൊക്കെ തന്നത് സ്കൂളിൽ നിന്നൊക്കെ എങ്ങനെയായിരുന്നു? സ്കൂളിലെ പ്രോത്സാഹനങ്ങൾ അതെന്റെ ഒരു ഭാഗ്യാണ്. ചില്ലറ എല്ലാ സ്കൂളിലും നല്ല പ്രോത്സാഹനമായിരുന്നു. ഡ്രോയിങ്ങിനായാലും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നല്ല പ്രോത്സാഹനമായിരുന്നു. ആദ്യം LP-ൽ അമ്മയുടെ സ്കൂളിൽ തന്നെയായിരുന്നു, MNDS പനങ്ങാട്ടുകര. അവിടുന്ന് നല്ല പ്രോത്സാഹനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സെന്റ് പൈസിൽ പോയി. അവിടുന്നായിരുന്നു ഏറ്റവും കൂടുതൽ എന്റെ കലയുടേതായിട്ട് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം ലഭിച്ചത്. അവിടെ എല്ലാ ടീച്ചേഴ്സും എല്ലാ കാര്യങ്ങൾക്കും, പഠനത്തിലായാലും ഡ്രോയിങ്ങിനായാലും ആ ഒരു കൊല്ലം എല്ലാ ഐറ്റത്തിലും ഉണ്ടായിരുന്നു. ഡാൻസ്, പാട്ട് എല്ലാത്തിലും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാത്തിലും നല്ല പ്രോത്സാഹനമായിരുന്നു. പിന്നെ ഞാൻ നിർമ്മലയിൽ പോയി. നിർമ്മലയിലായി എല്ലാ കാര്യങ്ങൾക്കും പ്രോത്സാഹനമായിരുന്നു. എല്ലാ ടീച്ചേഴ്സും പ്രോത്സാഹനം ഉണ്ടായിരുന്നു. അധ്യാപകരും നല്ല പ്രോത്സാഹനമായിരുന്നു. അതേപോലെ തന്നെ ഇപ്പൊ നമ്മള് ഇപ്പൊ ഇതിങ്ങനെ വരയ്ക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ചെയ്യാറുണ്ട്. ഇതിന് എപ്പോഴാണ് സമയം കണ്ടെത്താറ്? അങ്ങനെ പ്രത്യേകിച്ച് വല്ലതും? ചില സമയത്ത് തുടങ്ങിയ നമുക്ക് ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കാൻ പറ്റും. ചില സമയത്ത് ഇരിക്കാൻ പറ്റില്ല. അത് ഒരു മൂഡ്. അങ്ങനെ ചിലപ്പോ ഉച്ചയ്ക്കൊന്നും ഭക്ഷണം കഴിക്കില്ല, ചിലപ്പോ രാത്രി വരെയൊക്കെ ഇരിക്കും. അങ്ങനെയൊക്കെ വരയ്ക്കാറുണ്ട്. രാവിലെ ഇരുന്നാൽ വൈകുന്നേരം വരെ തുടർച്ചയായിട്ട്
6 മണിക്കൂറോളം വരയ്ക്കാൻ പറ്റാറുണ്ട്. ചില അതുപോലെ തന്നെ ഇനിയിപ്പോ ഈ വര ഉണ്ട്, അതേപോലെ പാഠകം പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇപ്പൊ എന്താണ് നമ്മുടെ ഒരു അടുത്തൊരു ലക്ഷ്യം അല്ലെങ്കിൽ അടുത്തൊരു സ്വപ്നം? ഇപ്പോ ഈ അടുത്തുള്ള സ്വപ്നം എന്താന്ന് വെച്ചാൽ എനിക്ക് എക്സിബിഷൻ ചെയ്യണം എന്നാണ് ആഗ്രഹം. അക്കാദമിയില് എക്സിബിഷൻ ചെയ്യണം എന്നാണ് ആഗ്രഹം. വർക്കുകള് ഇനിയും വരയ്ക്കാണ്ട്, അപ്പൊ കൂടുതലായിട്ട് വരയ്ക്കണം, പിന്നെ എക്സിബിഷൻ ചെയ്യണം. അപ്പൊ നല്ല പ്രോത്സാഹനമാണ്. എന്റെ ഡ്രോയിങ്ങിത്തെ ടീച്ചറും നല്ല പ്രോത്സാഹനം തന്നുകൊണ്ടിരിക്കുന്നുണ്ട് എക്സിബിഷൻ നടത്താനായിട്ട്. അതാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ വരയ്ക്കുമ്പോ നമ്മൾ തിരഞ്ഞെടുക്കണം ഇപ്പൊ ചിത്രങ്ങൾ അല്ലെങ്കിൽ ഇന്നത് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിന് പ്രത്യേകിച്ച് വല്ല ഇതുണ്ടോ? സെലക്ഷൻ എങ്ങനെയാണ്? സെലക്ഷന്റെ ക്രൈറ്റീരിയ നമുക്ക് ജനങ്ങൾക്ക് നൽകാനുള്ള ആശയം ഒരു ചിത്രത്തിൽ അല്ലെങ്കിൽ ഒരു സീരീസിൽ ഒതുങ്ങുന്നതല്ല. അപ്പൊ പല ചിത്രങ്ങളിലൂടെ നമ്മളത് ചിത്രങ്ങളിലൂടെ അത് ഞാൻ ചോദിക്കണതല്ല, ഇപ്പൊ നമ്മൾ തന്നെ ഒരു ചിത്രം വരയ്ക്കുമ്പോ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെയാണോ ഉദ്ദേശിക്കാറ്? അതോ പോർട്രൈറ്റ്? എല്ലാ തരത്തിലുള്ളതും. കൂടുതൽ ഇഷ്ടം പ്രകൃതി വരയ്ക്കാൻ നല്ല ഇഷ്ടമാണ്. എല്ലാ ചിത്രത്തിലും ഒരു പച്ചപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഏതായാലും നമുക്ക് അടുത്തപ്പോ ഒരാളെ എങ്ങനെ ഇരുത്തിയൊക്കെ ചിത്രം വരയ്ക്കാനൊക്കെ പറ്റും. അപ്പൊ എന്റെ ഒരു ചിത്രം ഒന്നിങ്ങനെ വരച്ചു നോക്കാം. അപ്പൊ ഇതില് ഇങ്ങനെ ദേവികൃഷ്ണയ്ക്ക് എന്തൊക്കെ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്? പുരസ്കാരങ്ങളായിട്ടോ അല്ലെങ്കിൽ അതുപോലെ? ചെറുപ്പം മുതൽ കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റില് 2 പ്രാവശ്യം ബാലരമ ഗോൾഡ് മെഡൽ ഉണ്ടായിരുന്നു. പിന്നെ വന്യജീവി വാരാഘോഷത്തോടനുബന്ധിച്ച് സ്റ്റേറ്റില് ഫസ്റ്റ് ഉണ്ടായിരുന്നു, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ. പിന്നെ തത്തമ്മ ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും എനിക്ക് തോന്നുന്നത് ചെന്നൈ ഗവൺമെന്റിന്റെ ഗവർണർ തന്നിട്ടുള്ള തഞ്ചാവൂർ വെച്ചിട്ട് നടന്ന കോമ്പറ്റീഷനില് അവിടെ സൗത്ത് ഇന്ത്യൻ ഫെസ്റ്റ് ആയിരുന്നു. അതില് 3 സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റില് ഫസ്റ്റ് ആയിരുന്നു. ഗവർണറായിരുന്നു, അന്നത്തെ ഗവർണറായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതില് ഇനിയിപ്പോ എങ്ങനെ പഠനം എങ്ങനെ കൊണ്ടുപോകാനാ ഉദ്ദേശിക്കുന്നത്? ചിത്രമായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെയാണോ അതോ ഇനി ചിത്രവും പഠനം ഒരുമിച്ച് കൊണ്ടുപോകണം? അപ്പൊ അത് ഇപ്പോ പണ്ടത്തെ പോലെയല്ല, നല്ല ആർട്ടിലായാലും നല്ല സാധ്യതകൾ ഉള്ളതാണ്. മുമ്പ് എന്ന് പറയുമ്പോ ആർട്ടിസ്റ്റ് ചിത്രം വിൽക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല, നല്ല കോഴ്സുകളൊക്കെ പുതിയതായിട്ട് വരുന്നത്. അപ്പൊ ആർക്കിടെക്ചറിൽ പോകണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഫാഷൻ എന്തായാലും ഡ്രോയിങ് ഒപ്പം കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുണ്ട്. പഠനത്തിന്റെ ഒപ്പം തന്നെ ഡ്രോയിങ്ങുമായിട്ട്. അതേപോലെ ഇപ്പൊ എന്താവണം എന്ന് ചോദിച്ചാലോ? ആർക്കിടെക്ചർ ആവാനാണ് താല്പര്യം. അതില് BArch എടുത്തിട്ട് ഇന്റീരിയറില് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ആഗ്രഹം, ഇന്റീരിയർ ഡിസൈനിങ്. അപ്പൊ ഏതായാലും ഇങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കട്ടെ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഡാൻസ് പഠിച്ചു പറഞ്ഞില്ലേ, അപ്പൊ അതും കൂടി ഒന്ന് ജസ്റ്റ് നമുക്ക് കാണാം. കുരുക്ഷേ
നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് ദേവി കൃഷ്ണ എന്ന് പറയുന്ന ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഒരുപാട് കഴിവുകളുണ്ട്. ചിത്രം വരയ്ക്കാനും പാട്ടുപാടാനും പാഠകം പറയാനും അതുപോലെ തന്നെ ഒരുപാട് കഴിവുകളുള്ള ദേവി കൃഷ്ണയെ പോലെയുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ ഈ നാട്ടിൻപുറങ്ങളിലുണ്ട്. അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനും അവർക്കൊക്കെ വേണ്ട ഉയർച്ചകൾ നേടാൻ വേണ്ടി പ്രാർത്ഥിക്കാനുമൊക്കെ നമുക്ക് എന്നും ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവികൃഷ്ണയ്ക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ ചിത്രം വരയിലും ബാക്കി മറ്റു കലാപ്രവർത്തനങ്ങളിലും പഠനത്തിലും ഒക്കെ ഒരുപാട് ഉയരങ്ങളിലെത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.